ഹലോ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോറൽ ഡ്രോ എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. ഈ കോറൽ ഡ്രോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ബ്രൗഷേഴ്സ്, മാഗസീൻസ്, ഫ്ലയേഴ്സ്, ഫ്ലെക്സ്, പിന്നെ ലോഗോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഗ്രാഫിക് ഡിസൈനുകളും നമുക്ക് എന്താണ് കോറൽ ഡ്രോയില് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെയാണ് കോറൽ ഡ്രോയില് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വൺ സെർച്ച് ചെയ്യാം. നമ്മൾ പാനലിൽ പോയിട്ട് കോറൽ ഡ്രോ വേർഷൻ 12 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഈ കോറൽ ഡ്രോ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പെയ്ഡ് വേർഷൻ ആണ് കേട്ടോ. കോറൽ ഡ്രോ പെയ്ഡ് വേർഷൻസ് ആണ്. ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ കോറൽ ഡ്രോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. അതിൽ നമ്മൾ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നു. അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ലെറ്റർ, ലീഗൽ, ടാബ്ലോയിഡ് അങ്ങനെ കുറേ ഓപ്ഷൻസുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എൻവലപ്പ്, A4 അങ്ങനെ. നമ്മൾ മെയിനായിട്ട് എന്തെങ്കിലും വർക്കുകൾ ചെയ്യുമ്പോൾ അധികം നമ്മൾ A4, പിന്നെ അല്ലെങ്കിൽ നമുക്ക് ബ്രൗഷേഴ്സോ നോട്ടീസോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള ഒരു അളവ്, അവരുടെ ആ മാഗ്നിറ്റ്യൂഡ് അവർ തരുന്നതായിരിക്കും. ഇത്ര ഇതിൽ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ A4 എടുത്തത് 210 mm 200. ഇത് നമുക്ക് സെന്റിമീറ്റർ ആക്കണം. ഇതിപ്പോൾ നമ്മൾ ഇവിടെ യൂണിറ്റ് കാണുന്നുണ്ടാവും അല്ലേ? പിന്നെ മൗസ് പോയിന്റ് കാണുന്നില്ലേ? അവിടെ നമ്മൾ യൂണിറ്റ് കാണുന്നുണ്ടാവും, മില്ലിമീറ്റർ എന്നുള്ളതാണ്. അപ്പം നമുക്കത് എന്തായിരിക്കും മാറ്റാം? ഇവിടെയാണ് നമ്മളെ യൂണിറ്റ്സുകൾ മാറ്റാനുള്ളത്. ഇഞ്ചസ് ആവാം, മില്ലിമീറ്റർ ആവാം, പോയിന്റ്സുകൾ, പിക്സല്, അങ്ങനെ കുറേ യാർഡ് ഒക്കെ മൈൽസ്. നമുക്കിപ്പോൾ ഇവിടെ എന്താണ് അധികവും ആവശ്യം വരിക? മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഇഞ്ചസ് ഒക്കെയാണ് നമുക്ക്. പിന്നെ പിക്സൽസുകൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ പറയും ഇത്ര പിക്സലാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ പിക്സൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് വേണ്ടത്. ഇനി നമ്മളിവിടെ സെന്റിമീറ്റർ എടുത്ത്, സെന്റിമീറ്റർ എടുക്കുമ്പോൾ എന്താണ് 21 സെന്റിമീറ്റർ, 29 സെന്റിമീറ്റർ. ഹൈറ്റും വിടുത്താണ്. ഇവിടെ വിടുത്ത് 21, ഹൈറ്റ് 29 സെന്റിമീറ്ററിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ലെഫ്റ്റിൽ കാണുന്നതാണ് ഇതിൻ്റെ ടൂൾ ബോക്സുകൾ. ഇതിൻ്റെ ടൂളുകളാണ് ഇതിന് ഈ ലെഫ്റ്റിൽ കാണുന്നതിന് നമ്മൾ ടൂൾ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഓരോ ടൂളുകളും നമുക്ക് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്? പിക് ടൂൾ. അതിൻ്റെ നേരെ തന്നെ ഉണ്ട് എന്താണ് പേര്? പിക് ടൂൾ. ഈ പിക് ടൂൾ എന്തിനാ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാനും ഒരു ഒബ്ജക്റ്റ് ട്രാൻസ്ഫോം ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ പിക് ടൂൾ യൂസ് ചെയ്യുക. അപ്പം നമ്മളൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തൊന്ന് വയ്ക്കാം. ഈ റെക്റ്റാങ്കിൾ ടൂളിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനും സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ പിക് ടൂൾ യൂസ് ചെയ്യുക. ഇതിപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആയി. അതേപോലെ നമ്മളിത് ഒന്ന് ഈ പേജിൻ്റെ പുറത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ആ സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട്, പിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ പിക് ടൂൾ യൂസ് ചെയ്യുക. കണ്ടോ? ഇനിയിപ്പോൾ അതേപോലെ നമുക്ക് ഈ ഷേപ്പ് ഒന്ന് വലുതാക്കണമെങ്കിൽ, അതായത് ഇത് ട്രാൻസ്ഫോർമേഷൻ വരുത്താണ്, ഇത് ചേഞ്ച് വരുത്താണ്, അതിനും നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഈ പിക് ടൂളാണ് യൂസ് ചെയ്യുക. അതേപോലെ നമുക്ക് ഇത് മൂവ് ചെയ്യാൻ, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ്മെന്റിനും നമ്മൾ എന്താണ് ഈ പിക് ടൂളാണ് നമ്മൾ
യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് ഷേപ്പ് ടൂള്. ഇവിടെയാണ് എന്ത് വരുന്നത്, ഷേപ്പ് ടൂള്. ഈ ഓരോ ടൂളിൻ്റെയും റൈറ്റിലായിട്ട് ചെറിയ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടാവും അല്ലേ? അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പോസിബിൾ ആയിട്ടുള്ള, അതിൽ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ ടൂളുകളും നമുക്ക് അവിടെ കാണിക്കും. അതിൽ ഫസ്റ്റ് വണ് ഷേപ്പ് ടൂള്. ഈ ഷേപ്പ് ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷേപ്പ് എഡിറ്റ് ചെയ്യാണ്. ഒരു ഇതിൻ്റെ ഷേപ്പോ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഷേപ്പ് ടൂൾ എടുത്തിട്ട് അവിടെ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത്, ഇതിപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ആ റെക്റ്റാങ്കിൾ ഷേപ്പ് തന്നെ മാറ്റി. നമ്മൾ അവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഷേപ്പ് തന്നെ ചേഞ്ച് വരുത്താൻ കഴിയും. ആ ഒരു പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ഷേപ്പ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നാണ് എന്താണ്, നമുക്ക് അതിൽ തന്നെ കുറേ ടൂളുകളുണ്ട്. നൈഫ് ടൂളുണ്ട്, ഇറേസർ ടൂളുണ്ട്, സ്മഡ്ജ് ബ്രഷ് ഉണ്ട്, റഫ് ബ്രഷ് ഉണ്ട്, ഫ്രീ ട്രാൻസ്ഫർ. അതിൽ നൈഫ് ടൂൾ എന്നാണ്, നൈഫ് ടൂൾ ചെയ്യാൻ നമ്മൾ കട്ട് ചെയ്യുക. അതായത് ഒരു നോഡിൽ നിന്ന് നമ്മളൊരു മറ്റൊരു നോഡിലേക്ക്, ഒരു എഡ്ജിലേക്ക് എത്തി, എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത്, നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് മാറ്റി വെക്കാം. കണ്ടോ? അതായത് ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് നമ്മളത് നൈഫ് ടൂൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് അതിൽ നിന്ന് എന്തെടുക്കുക, മാറ്റി വെക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ നൈഫ് ടൂൾ, അതായത് മുറിക്കാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ അവിടെ വരുന്നത് ഇറേസർ ടൂൾ. ഈ ഇറേസർ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിന് ഇറേസ്, അവിടെ ഇറേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എന്താണ്, ഇവിടെ ഇതിൻ്റെ ഇറേസിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടി കൊടുക്കാം. 3-4 ആയി എന്നതിൻ്റെ ഇറേസിൻ്റെ തിക്നെസ് കൂട്ടി കൊടുക്കാം. കട്ട് ചെയ്ത് ഇതിൻ്റെ തിക്നെസ് നമുക്ക് കുറച്ച് കൊടുത്തു നോക്കാം. അപ്പോൾ എന്തായിരിക്കും, അതിൻ്റെ ചെറിയ ലെഫ്റ്റിൽ ചെറിയ ഇറേസ് ആയിട്ടുണ്ട്, ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. കുറച്ചും കൂടെ ഒരു 2 സെന്റിമീറ്റർ ഒക്കെ. ഇതുപോലെ ക്ലോസ്ഡ് ഇതായിട്ടാണ് നമുക്ക് അവിടെ ഇറേസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഇറേസ് ചെയ്യുന്ന ഭാഗത്ത് എന്തായിരിക്കും, അത് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കും. നമ്മൾ അത്രയും ഭാഗം അവിടെ ഇറേസ് ചെയ്ത് മാറ്റില്ലേ, കണ്ടോ? നമ്മൾ ഇറേസ് ചെയ്തിട്ട് മാറ്റി. അപ്പം അതാണ് ഇറേസർ ടൂൾ. ഇനി ഇവിടുത്തെ നെക്സ്റ്റ് ടൂളാണ് സൂം. സൂം ടൂൾ നമ്മൾ ഏതൊരു ഷേപ്പ് നമുക്ക് സൂം ചെയ്ത് കാണണമെങ്കിൽ കണ്ടോ, നമ്മൾ അത്രേ പാർട്ട് നമുക്ക് സൂം ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൂം ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് അത് നമുക്ക് പഴയ പോലെ തന്നെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ടു ഫിറ്റ് ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ എന്തായിരിക്കുക, 100% ആക്കിയാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സൈസ് പോകും. ഇവിടെ സൂം ചെയ്യാനുള്ള ഓരോ ടൂളും, സൂം ഇന്ന് ലെഫ്റ്റില് ആരോട് കാണുന്നത്, സൂം ഇന്ന്, സൂം ഔട്ട് ഒക്കെ അവിടെ കാണിക്കും. നമ്മൾ സൂം ടു സെലക്റ്റഡ് ഏരിയ ആയിട്ട് നമുക്ക് സൂം ചെയ്യാനൊക്കെ അവിടെ പറ്റും. ഓക്കെ, പിന്നെ ഹാൻഡ് ടൂൾ എടുത്താൽ നമുക്കത് എന്ത് ചെയ്യുക, ആ പേജ് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ടൂളിൻ്റെ പോലെ തന്നെ നമുക്ക് മാറ്റി വെക്കാനൊക്കെ കഴിയും ഹാൻഡ് ടൂള് യൂസ് ചെയ്താൽ. ഓക്കെ, പിന്നെയാണ് നമുക്ക് വരുന്നത് അവിടെ ഫ്രീ ഹാൻഡ് ടൂള്. ഫ്രീ ഹാൻഡ് ടൂളിൽ എന്താ ചെയ്യുക, നമുക്ക് കർവുകളും സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റുകളൊക്കെ വരക്കാനാണ് എന്ത് യൂസ് ചെയ്യുക, ഫ്രീ ഹാൻഡ് ടൂള് യൂസ് ചെയ്യുക.
അതായത് കർവുകളും നമ്മൾ വരച്ചാൽ എന്തായിരിക്കും, അത് ഒരൊറ്റ ഇപ്പൊ നമ്മൾ എങ്ങനെ വരച്ചാലും അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ ഫോം ചെയ്യുന്നത് കണ്ടോ. അത് നമ്മൾ അത് വളഞ്ഞിട്ട് ഇങ്ങനെ വരക്കുമ്പോ ആ വളവിൽ തന്നെ കറക്റ്റ് ആയിട്ടൊരു ഇതായിട്ട് വരുന്നുണ്ട് അല്ലെ. നമ്മൾ കർവ് വരച്ചാൽ അത് സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് ആയിട്ട് തന്നെ കാണാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ബിസയർ ടൂൾ വരുന്നുണ്ട്. ബിസയർ ടൂൾ എന്ന് പറഞ്ഞാല് എന്താണ്, രണ്ട് പോയിന്റുകളായിട്ട് നമ്മൾ സ്ട്രെയിറ്റിൽ വരക്കുന്ന ആണോ. സ്ട്രെയിറ്റ് പോയിന്റ് ഒരു പോയിന്റും വരച്ചിട്ട് നമുക്കത് സ്ട്രെയിറ്റിൽ വരച്ചിട്ട് നമുക്കത് തിരിക്കാനും മറിക്കാനൊക്കെ കഴിയും. നമ്മൾ പോയിന്റുകൾ ആണോ, ഒരു പോയിന്റ് വെച്ചിട്ട് എന്തായിരിക്കും നമ്മളത് വളക്കാനൊക്കെ ഡിസൈർ ആക്കാൻ പിക്ചേഴ്സുകൾ ഡിസൈർ ടൂൾ എടുത്തിട്ട് വരക്കാം കേട്ടോ. ഓക്കെ, അതായത് ഒരു കർവ് വൺ സെഗ്മെന്റ് ആയിട്ട് ഒരൊറ്റ ടൈമിൽ ഒരു കർവ് വൺ സെഗ്മെന്റ് ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റും. പിന്നെ അതിൽ വരുന്നതാണ് എന്താ, പെൻ ടൂൾ എന്തിനാ യൂസ് ചെയ്യാന്ന് പറഞ്ഞാല് ഒരു സെഗ്മെന്റ് നമ്മൾ ഓരോ ഡ്രോ ഇൻ സെഗ്മെന്റ് ആൻഡ് പ്രിവ്യൂ ഈച്ച് സെഗ്മെന്റ് ആസ് യു ഡ്രോ. ഓരോ സെഗ്മെന്റ് ആക്കിയിട്ട് നമുക്ക് അത് വരക്കാം. നമുക്ക് ആ സെഗ്മെന്റിൽ അവിടെ നിർത്തിയിട്ട് അതെന്തായി ഒരു പോയിന്റിലാക്കിയിട്ട് നമുക്കതിങ്ങനെ മാറ്റിയിട്ട് ഓരോ സെഗ്മെന്റ് ഇങ്ങനെ അവിടെ നിർത്തിയിട്ട് പിന്നെ നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് അതെടുക്കുക. അതിന്റെ കണ്ടിന്യൂ ആയിട്ട് തന്നെ നമുക്കത് കണ്ടിന്യൂഷൻ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഓരോ സെഗ്മെന്റിൽ ആക്കി വരക്കാൻ എന്ത് ചെയ്യുക, ആ പെൻ ടൂള് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് അവിടെ നിർത്തണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ പോയിന്റ് അവിടെ മാറ്റിയിട്ട് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് പോളി ലൈൻ ടൂള്. അതായത് പോളി ലൈൻ നമുക്ക് കണക്റ്റഡ് കർവും സ്ട്രെയിറ്റ് ലൈൻ ഒരു കണ്ടിന്യൂസ് ആക്ഷനിൽ തന്നെ ഒരു കണക്റ്റഡ് കർവ് സ്ട്രെയിറ്റ് ലൈനും വരക്കുന്നതിനെയാണ് നമ്മൾ പോളി ലൈൻ ടൂൾ എന്ന് പറയുന്നത്. പോളി ലൈൻ ടൂളിൽ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ ടൂൾ ബോക്സിൽ വരുന്നുണ്ടല്ലേ. ഓക്കെ, ഒരു ലൈനിൽ നിന്ന് ഒരു റേഡ്സ് ലൈനിൽ നിന്ന് ഒരു പോളി ലൈനായിട്ട് നമുക്ക് വരക്കാൻ വേണ്ടിയിട്ട് പെൻ ടൂൾ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് അവിടെ കാണും. ഓക്കെ, ഇനി നമ്മൾ ചെയ്തു വെച്ച പേജ് ഇങ്ങനെയാണ് അല്ലേ. നമുക്ക് അതിന്റെ താഴായിട്ട് കുറെ കാണാം അല്ലെ, പ്ലസ് ഓപ്ഷൻസ് ഒക്കെ. അതായത് നമുക്ക് ഇവിടെ ഒരു പേജില് ആ പേജ് നിന്നോട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ കുറെ ഓപ്ഷൻസ് കാണാം. റീനെയിം പേജ്, ഇൻസേർട്ട് പേജ് ബിഫോർ, സ്വിച്ച് പേജ് ഓറിയന്റേഷൻ ആൻഡ് ഡിലീറ്റ് പേജ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഈ റീനെയിം പേജ് ചെയ്യുമ്പോൾ നമ്മളെ പേജ് നെയിം നമുക്ക് അവിടെ കൊടുക്കാം. അപ്പൊ നമ്മളൊരു സാമ്പിൾ പ്രോഗ്രാം കൂടെ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു സാമ്പിൾ ചെയ്തിട്ട് ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചെയ്തതിന്റെ പേജ് എന്താണ്, പേജിന്റെ നെയിം സാമ്പിൾ ആണ്. അതേപോലെ നമ്മളവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസേർട്ട് പേജ് ആഫ്റ്റർ, അതായത് ഒരു പേജ് ഇവിടെ ഉണ്ട്,
എന്നിട്ട് ഈ പേജിന്റെ ശേഷമാണ് നമ്മളൊരു പേജ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത്? ഇൻസേർട്ട് പേജ് ആഫ്റ്റർ. അപ്പൊ നമുക്കൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ നെയിം എന്തായിട്ടാണ് വന്നത്? പേജ് 2 എന്നായിട്ടാണ് വന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇൻസേർട്ട് പേജ് ബിഫോർ, അതായത് ഇതിന്റെ മുന്നെയാണ് വേണ്ടത്. നമ്മൾ ഇതിന് മുന്നേ ആണ് വരുന്നെങ്കിൽ ഇതാ ഈ സാമ്പിൾ എന്ന പേജ് ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ആ സാമ്പിൾ പേജിന് മുന്നേ ഇവിടെ പേജ് 1 വന്നു അല്ലെ. അപ്പൊ ആ ഓപ്ഷന് അവിടെ നമുക്ക് ചെയ്യാം. പിന്നെ ഡിലീറ്റ് പേജ്, നമുക്ക് ഈ പേജ് 1 ഉള്ള പേജ് വേണ്ട, അതായത് ഈ സാമ്പിൾ പേജ് നമുക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഡിലീറ്റ്. പിന്നെ അവിടെ പറയുന്നത് സ്വിച്ച് പേജ് ഓറിയന്റേഷൻ. പേജ് ഓറിയന്റേഷൻ എന്താണ്? നമ്മളെ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എന്നുള്ളത് മാറ്റാനും വേണ്ടിയിട്ടാണ് ഇവിടെ പേജ് ഓറിയന്റേഷൻ പറയുന്നത്. അതല്ലേ, അപ്പൊ നമ്മള് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ആക്കിയിട്ട് മാറ്റി അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് അവിടെ പേജ് ഓറിയന്റേഷൻ നമുക്ക് അത് മാറ്റാൻ കഴിയും. ഈ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമ്മളെ ടൂൾ ബോക്സ് എവിടെ? നമ്മളെ ടൂൾ ബോക്സ് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ ടൂൾ വ്യൂ, അത് നമ്മൾ ടൂൾ ബോക്സ് ചിലപ്പോൾ കാണാതെ വരുമ്പോൾ നമുക്ക് അവിടെ നോക്കിയിട്ട് ടൂൾ ബോക്സ് ചെയ്താൽ മതി. അതായത് നമ്മളവിടെ പേജിന്റെ അവിടെ വ്യൂ, ചിലപ്പോൾ നമ്മളെ ടൂൾ ബോക്സ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്ക്രീനിൽ നിന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താണെങ്കിലും ഇവിടെ വ്യൂ എന്നുള്ളതിൽ എന്താണ് ടൂൾ ബോക്സ് ഉണ്ട്, കളർ പാലറ്റ്. ഈ കളർ പാലറ്റ് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കളറുകളാണ്, ഈ കളർ പാലറ്റുകളൊക്കെ. പിന്നെ പ്രോപ്പർട്ടി ബാർ ഇതാണ്, ഓരോ മേലെ കാണുന്ന ഇതാണ് ഓരോ പ്രോപ്പർട്ടി ബാറുകൾ ട്ടോ. പിന്നെ സ്റ്റാറ്റസ് ബാർ, റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കെയിൽ ഉണ്ടാവും, ഓരോ സ്കെയിൽ 20, 15, 10 അങ്ങനെ കണ്ടില്ലേ, അതാണ് റൂളേഴ്സുകൾ, സ്കെയിലുകളുടെ ഇത്. അങ്ങനെ കുറെ അവിടെ എന്താ നമുക്ക് വ്യൂ ചെയ്യാത്തത്, നമ്മൾ സ്ക്രീനിൽ എന്താണ് അത് എന്താണ് എന്നുള്ളത് ഓരോ ഇത് ചെയ്യുമ്പോൾ, ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ കാണാത്തുള്ളതെങ്കിൽ ഇവിടെ നമ്മൾ ആ പേജിൽ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വ്യൂ ചെയ്യുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ടൂൾ ബോക്സ് നമ്മൾ മിസ്സായിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് അത് ഇവിടെ വ്യൂ ചെയ്ത് കിട്ടും. അപ്പൊ നമ്മൾ ഏതൊക്കെ ടൂളുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ഇവിടെ ഇതില് നമ്മൾ ഫ്രീ ഹാൻഡ് ടൂൾ പറഞ്ഞു, ഡിസൈൻ ടൂൾ പറഞ്ഞു, ആർട്ടിസ്റ്റിക് മീഡിയ. ഈ ആർട്ടിസ്റ്റിക് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഷേപ്പ് കണ്ടോ, നമ്മള് കാലിഗ്രാഫി ഒക്കെ ചെയ്യും അല്ലെ. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളതല്ലേ കാലിഗ്രാഫി. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ആർട്ടിസ്റ്റിക് മീഡിയ. ഇപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കാണ് ഓരോ എന്താണ് അതിന്റെ തിക്നെസ് അല്ലെ, ആ ഓരോ ഷേപ്പുകളായിട്ട്. ഇപ്പൊ നമ്മൾ ഈ ഷേപ്പ് എടുത്തതെങ്കിൽ എന്താണ് നമ്മൾ വരക്കണ അത് എന്തായിരിക്കും? ആ ഷേപ്പിലായിട്ട് വരും. അപ്പൊ അതിന്റെ ഓരോ ഷേപ്പുകൾ അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഉണ്ട് ഒരു പെൻ ടൂൾ, ഇവിടെ ഒരു ടൂള് കണ്ടോ, അവിടെ ബ്രഷ് ടൂൾ എന്നുള്ളത്. അവിടെ അതിന്റെ അതിന്റെ സ്ക്രീനിൽ കാണില്ലേ ഏറ്റവും ടോപ്പില് അവിടെ ഉണ്ട് ബ്രഷ് ടൂൾ. ഈ ബ്രഷ് ടൂൾ എടുത്താല് നമുക്കിതാ ഇതേ ടൈപ്പുകളൊക്കെ നമുക്ക് ഇവിടെ വരയ്ക്കണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്തിട്ട് നമുക്ക് വരക്കാവുന്നതാണ്. ഓക്കെ, കണ്ടല്ലേ ആ ഷേപ്പിൽ തന്നെ വന്നു കണ്ടോ. അതിൻ്റെ ആ ബ്രഷ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പിലാണ് എന്നുള്ളത് നമുക്കത് വരക്കേണ്ടി വരും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് സ്പ്രേയർ. ഈ സ്പ്രേയർ സെലക്ട് ചെയ്താലും നമുക്ക് ഇത് മോഡൽ ഷേപ്പുകളോ സ്പ്രേ ടൈപ്പ് നമുക്ക് വരക്കാവുന്നതാണ്. ഉണ്ടോ, ഇതിപ്പോ നമുക്കൊരു ഫ്ലവറിന്റെ ഇതിലൊക്കെ വരുന്നതാണ്. അങ്ങനെ ഓരോ ഷേപ്പുകളിൽ നമുക്ക് അത് വരക്കുന്നതായിട്ട് വന്നാൽ നമുക്കത് വരക്കാം കേട്ടോ. ഓക്കെ, പിന്നെ അവിടെ വരുന്നത് പിന്നുള്ളതാണ് കാലിഗ്രാഫി. ഞാൻ പറഞ്ഞു കാലിഗ്രാഫി ചെയ്യുന്നവരൊക്കെ അല്ലെ.
ഉണ്ടോ? ഓരോ കാലിഗ്രഫി ചെയ്യുന്നത് ചെയ്യുന്നത്. പിന്നെ ഇവിടെ പ്രഷർ. ഇനി ഇത് നമുക്ക് ആർട്ടിസ്റ്റിക് മീഡിയന്റെ നമുക്ക് തിക്നെസ് കൂട്ടിയിട്ട് വരക്കാനുള്ളതാണെങ്കിൽ ഇവിടെ തിക്നെസ് കൂട്ടാം. കണ്ടോ, 3.54 സെന്റിമീറ്റർ അങ്ങനെ കാണുന്നുണ്ടേ. അതിന്റെ തിക്നെസ് നമുക്ക് കുറച്ചിട്ട് കൊണ്ടുവരാം. ഇത് അവിടെ അതേപോലെ തന്നെ കൂട്ടിയിട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ എന്തൊരു ടൂൾ എടുത്താലും നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിന്റെ ഓപ്ഷൻസുകൾ ഉണ്ടാവും. നമുക്ക് വേണ്ടതായിട്ടുള്ള ഓപ്ഷൻസുകളെ അവിടെ കാണും. അതേപോലെ അതിന്റെ തിക്നെസ് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻസും നമുക്ക് കാണും. ഓക്കെ, ഇനി നമുക്ക് അതിൽ വരുന്ന നെക്സ്റ്റ് ടൂളാണ് എന്താണ്, 3 പോയിന്റ് കർവ് ടൂൾ അല്ലെ. 3 പോയിന്റ് കർവ് ടൂളായിട്ട് വരുന്നത്. 1 മിനിറ്റ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? 3 പോയിന്റ് കർവ് അല്ലെ. 3 പോയിന്റ് കർവ് ടൂള് നമുക്ക് വേറൊരു പേജ് ആഡ് ചെയ്യാം. ഇവിടെ തന്നെ ഒരു പേജ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം, അത് ആഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു ഫയൽ ന്യൂ എന്നുള്ള പേജ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ 3 പോയിന്റ് ലൈനാണ് നമ്മൾ വരക്കുന്നത്. ഇത് നമ്മളൊരു പോയിന്റ് ഇത് അതിന്റെ ഒരു ലൈനായിട്ട് വരക്കുക. അപ്പം തന്നെ 2 പോയിന്റ് നമുക്ക് ഇവിടെ വരച്ചിട്ട് നമ്മളിവിടെ പോയിന്റ് ചെയ്തിട്ട് നമുക്കൊരു മൂന്നാമതൊരു ലൈന് അങ്ങോട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് ആ 3 പോയിന്റ് ലൈൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വരക്കാം കേട്ടോ. അതേപോലെ 3 പോയിന്റ് ലൈൻ നമുക്ക് ട്രയാങ്കിൾ ഒക്കെ വരയ്ക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് 3 പോയിന്റ് അവിടെ 2 ക്ലിക്ക് ചെയ്താൽ അതായിട്ട് മാറും കേട്ടോ. നമ്മളൊരു പോയിന്റ് ഒരു ടൂൾ എടുത്തിട്ട് നമ്മൾ വേഗം എന്താണ് നമ്മൾ പിക് ടൂൾ എടുക്കണം കേട്ടോ. പിക് ടൂൾ എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ സെലക്ഷന് അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. 3 പോയിന്റ് ലൈൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ററാക്റ്റീവ് കണക്ട് ഓരോ കണക്ഷനും വേണ്ടിയിട്ട് ഡയമെൻഷൻ ടൂൾ നമ്മൾ ഈ എന്താണ് നമ്മളതൊക്കെ വരക്കൂലേ, പ്ലാനുകളൊക്കെ വരക്കൂലേ. അപ്പൊ നമ്മളെ അതിന്റെ അവിടെ ഒരു ഡയമെൻഷൻ കാണുന്നുണ്ട് 679 കാണുന്നുണ്ടല്ലോ. അതിന്റെ 6.79. അപ്പൊ അതിന്റെ അളവ് എത്രയാണ്? 4.85. അങ്ങനെ ആ സെന്ററിന് എത്രയാണ്, നോഡിൽ എത്രയാണ് എന്നുള്ളതൊക്കെയാണ് അവിടെ അളവ്. അതൊക്കെ നമ്മൾ പ്ലാനുകളും കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഡയമെൻഷൻ ടൂള് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് സ്മാർട്ട് ഡ്രോയിങ് ടൂള് അല്ലെ. സ്മാർട്ട് ഡ്രോയിങ് ഈ 3 പോയിന്റ് കർവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഡ്രോ കർവ് ഡ്രാഗ് ഇട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ആണ് 3 പോയിന്റ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഡയമെൻഷൻ ടൂള്. പിന്നെ നമ്മൾ എന്താണുള്ളത്, സ്മാർട്ട് ഡ്രോയിങ് ടൂളുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള പിക്ചറുകൾ, ബേസിക് ഷേപ്പുകൾ ഒരു സ്മൂത്ത് കർവിലാക്കാനാണ് നമ്മൾ സ്മാർട്ട് ഡ്രോയിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് സ്മൂത്ത് ആക്കിയിട്ട് മാറ്റില്ലേ. പുതിയ പേജ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മളിപ്പോ ഒരു പിക്ചർ എടുക്കുകയാണെങ്കിലും അത് ശരിക്കും ഒരു ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നല്ലേ. അപ്പൊ നമ്മൾ സ്മാർട്ട് ഡ്രോയിങ് എടുത്ത് വരക്കുകയാണെങ്കിൽ എന്തായി, നമ്മൾ ആ പിക്ചർ ആ കർവുകൾ എന്താ ഫിനിഷിംഗിലായിട്ട് നമുക്ക് വരച്ചു. അതേപോലെ ടൂൾ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു അല്ലെ, സ്മാർട്ട് ടൂൾ വെച്ചിട്ട് സ്മാർട്ട് ഡ്രോയിങ്. ഇനി എലിപ്സ്
റെക്റ്റാങ്കിൾ ഉണ്ടോ, എലിപ്സില് റെക്റ്റാങ്കിൾ വരക്കാൻ, റെക്റ്റാങ്കിൾ വരക്കാൻ നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാം. എന്നിട്ട് ഈ പിക് ടൂൾ എടുത്തിട്ട് നമ്മളിത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കോർണറുകൾ കണ്ടോ, ഒരു ആരോ മാർക്കിന്റെ ഷേപ്പ് മാറിയിട്ട്, അപ്പൊ ഈ കോർണർ വെച്ചിട്ട് നമ്മൾ അതിനൊന്ന് തിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇതിനെ സ്ട്രക്ചറിനെ നമുക്ക് ആ റെക്റ്റാങ്കിൾ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. നമുക്കത് സെന്ററിൽ വെച്ചിട്ട് നമുക്കത് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് സെന്റർ പോയിന്റ് ആയിട്ട് വരുന്നത് ഇതാണ്. ഈ സെന്റർ പോയിന്റ് അതുപോലെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി വെക്കാം. ഈ സെന്റർ പോയിന്റ് നീക്കി വെച്ചിട്ട് ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ആ സെന്റർ പോയിന്റ് അവിടെ നിർത്തിയിട്ട്, മറ്റത് നമ്മൾ ഒന്നായിട്ടിട്ട് തിരിച്ചിരുന്നു അല്ലെ, ഇതിപ്പോ നമ്മൾ ആ സെന്റർ പോയിന്റ് അവിടെ വെച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് അത് തിരിയുന്നത്. കണ്ടോ? അതേപോലെ സെന്റർ പോയിന്റ് നമുക്ക് പഴയപടി തന്നെ അവിടെ കൊണ്ടുപോയിട്ട് വെക്കാം. അപ്പൊ നമുക്കെന്താ അതിന്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ടോട്ടലായിട്ട് തിരിക്കണം. മറ്റേത് ആ സെന്റർ പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റ് അവിടെ വെച്ചിട്ട് നമുക്കത് തിരിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, നമുക്കതേപോലെ ഷേപ്പ് വലിക്കാനും ഷേപ്പ് തന്നെ മതി അല്ലെ. റെക്റ്റാങ്കുലർ ഉള്ളത് അല്ലെ, റൈറ്റ് ആംഗിൾ ഇതുള്ളത് നമ്മൾ എന്തായിരിക്കും അതിനെ സ്ക്യൂസ് ചെയ്ത് അല്ലെ, നമുക്കത് മാറ്റി, അതൊക്കെ നമുക്ക് പിക് ടൂൾ എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് ഓരോ ഷേപ്പൊക്കെ വരക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയും, മാറ്റം വരുത്താൻ കഴിയും. ഇനി അവിടെ വരുന്നത് കൊണ്ട് റെക്റ്റാങ്കിളിലുണ്ട് എന്ത് വരുന്നത്, 3 പോയിന്റ് റെക്റ്റാങ്കിൾ നമ്മളൊരു വരച്ച് അതായത് നമ്മളൊരു ഷേപ്പ് വരച്ച് നമുക്ക് അത് താഴോട്ട് കാണാം മേലോട്ട് കാണാം. താഴോട്ടേക്കാണെങ്കിൽ താഴോട്ട് ആ ലൈൻ വരച്ചിട്ട്, അത് മേലോട്ടേക്കാണെങ്കിൽ മേലോട്ടേക്ക്, അങ്ങനെ നമുക്ക് ഒരു റെക്റ്റാങ്കുലർ വരക്കാൻ 3 പോയിന്റ് ലൈനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടാക്കണമെങ്കിൽ നമ്മളത് തിരിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ വളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അതേപോലെ വരക്കാൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. ഇനി ഇവിടെ വരുന്നതാണ് എലിപ്സ് ടൂൾ. എലിപ്സ് നമ്മൾ സർക്കിളൊക്കെ വരക്കാനായിട്ടാണ് നമ്മൾ എലിപ്സ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സീലുകളോ കാര്യങ്ങളൊക്കെ ചെയ്യും. എലിപ്സ് അല്ലെങ്കിൽ സർക്കിളൊക്കെ വരയ്ക്കാൻ സർക്കിൾ ടൂള്, എലിപ്സ് ടൂള് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടൂളാണ് നമ്മൾ ഗ്രാഫ് പേപ്പർ ടൂള്. ഇപ്പൊ നമ്മൾ ആ സർക്കിൾ ഒന്ന് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. സർക്കിൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, പിക് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഉള്ളതാണ് ഗ്രാഫ് പേപ്പർ ടൂൾ അല്ലെ. അതിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഗ്രാഫ് പേപ്പർ ടൂള്. അതായത് നമുക്കൊരു ഗ്രിഡ് ഫോമിൽ വരയ്ക്കണമെങ്കിൽ, നമുക്ക് ടൈം ടേബിളോ എന്തെങ്കിലും ഇത് വരയ്ക്കണമെങ്കിലൊക്കെ നമുക്ക് എന്താ ചെയ്യാം, ഈ ഗ്രാഫ് ടൂള്, റോ കോളങ്ങൾ വരയ്ക്കണമെങ്കിൽ ഗ്രാഫ് ടൂള് ആണ് യൂസ് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡിലായിട്ട് ഗ്രാഫ് പേപ്പറിന്റെ കോളംസ്, റോസുകളുടെ എണ്ണാണ് ഇവിടെ കൂട്ടി കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇത് 3യും, അതായത് റോന്റെ എണ്ണം 3യും 3 ആക്കാം, അല്ലെങ്കിൽ 4 ആക്കാം, 5 ആക്കാം. അങ്ങനെ എന്താണ് കോളത്തിന്റെ എണ്ണം, സോറി മേലുള്ളത് കോളത്തിന്റെ എണ്ണം,
താഴെയുള്ളത് റോന്റെ എണ്ണം. റോന്റെ എണ്ണം നമുക്ക് ഒരു 4 ആക്കി. എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് നമ്മൾ വരക്കുകയാണെങ്കിലാണ് നമുക്ക് അങ്ങനെ ഈ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഗ്രാഫ് പേപ്പർ വരക്കുമ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആ ഗ്രാഫ് പേപ്പറിന്റെ ടൂള് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഉണ്ട് കോളം എത്രയാണ് 5, റോ 4 ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അത് കുറക്കാം, 4 × 4 ആക്കാം. 4 കോളം 4 റോ ആക്കിയിട്ട് നമ്മൾ മാറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ടൈം ടേബിൾ പോലത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫീസ് വർക്കുകളിലൊക്കെ നമുക്ക് ചെയ്ത് വെക്കാനുള്ളത്, അറ്റൻഡൻസ് ഷീറ്റിൽ അങ്ങനെയൊക്കെ നമുക്ക് വെക്കാനൊക്കെ നമുക്ക് ഈ ടൂള് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നെക്സ്റ്റ് വരുന്നുണ്ട് പോളിഗൺ ടൂൾ. പോളിഗൺ വരക്കാണ്ട്. പിന്നെ സ്പൈറൽ ടൂൾ ആണ് ഒരു ടൂൾ. നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. സ്പൈറൽ ടൂൾ, സ്പൈറൽ ടൂൾ. ഈ സ്പൈറലിന്റെ നമുക്ക് ഇത് കൂട്ടി കൊടുക്കട്ടെ. സ്പൈറൽ റെവല്യൂഷൻ നമുക്ക് കൂട്ടി കൊടുക്കണമെങ്കിൽ മതിയെടുക്കണ്ടോ, അതിൽ കൂടുതലായിട്ട് നമുക്ക് സ്പൈറലുകൾ വേണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ റെവല്യൂഷന് നമുക്ക് അവിടെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് ബേസിക് ഷേപ്പുകൾ. നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സ്പൈറൽ അതൊന്നും ഡിലീറ്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വരുന്നത് എന്താണ്, ടൂളുകൾ. ബേസിക് ഷേപ്പുകൾ. ഇവിടെ ഷേപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കാണാം, ഇവിടെയാണ് ഷേപ്പുകൾ വരുന്നത് കണ്ടോ. നമുക്ക് ആവശ്യമുള്ള ഇമോജി ഷേപ്പുകളൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പുകൾ വരക്കാനായിട്ട് പറ്റും. ഈ ഒരു ഷേപ്പ് വരച്ചു. ഈ ഷേപ്പ് കണ്ടോ, ഈ ഷേപ്പിനെ നമുക്ക് നേരെ തല തിരിച്ചാക്കണം അല്ലേ. ഇതിപ്പോ ഇങ്ങനെ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്ന ഈ ഷേപ്പിനെ നമുക്ക് നേരെ വെർട്ടിക്കലായിട്ട് തല തിരിക്കണം. അപ്പൊ നമ്മൾ ഈ ഷേപ്പ് എടുത്ത അതിന്റെ ലെഫ്റ്റ് സൈഡിലുണ്ട് ഒരു ടൂള്, മിറർ ബട്ടൺ എന്നുള്ള ടൂള്. ഈ മിറർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ഷേപ്പ് എന്തായിരിക്കും, നേരെ അത് വെർട്ടിക്കലായിട്ട് മാറി അല്ലേ. ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഷേപ്പ് എന്താണ്, നമ്മളത് ഈ ഹൊറിസോണ്ടൽ ആയിട്ട് ഷേപ്പ് നേരെ എന്തായി, അത് വെർട്ടിക്കലായിട്ട് മാറി. അപ്പൊ എന്താണ്, ആ മിറർ ബട്ടൺ നോക്കിയാൽ നമ്മൾ നേരെയുള്ളത് തലക്കുത്തനായിട്ട് വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ആ ഷേപ്പ് നേരെ വെർട്ടിക്കലായിട്ട് മാറാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ മിറർ ബട്ടൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് ബേസിക് ഷേപ്പുകൾ ഏതൊക്കെ ഉള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടല്ലേ. പിന്നെ അവിടെ ആരോ ഷേപ്പ് ഉണ്ട്, പിന്നെ ഫ്ലോ ചാർട്ട് ഷേപ്പ്, സ്റ്റാർ ഷേപ്പ്. ഇനി സ്റ്റാർ ഷേപ്പ് വരക്കുമ്പോൾ നോക്കട്ടോ, സോറി, ടൂൾ ബോക്സ് പോയാൽ ഞാൻ പറഞ്ഞ വ്യൂവിൽ പോയിട്ട് ടൂൾ ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൂൾ വന്നിട്ട് ഈ ടൂൾ ബോക്സിൽ നമുക്ക് എന്താ സ്റ്റാർ ഷേപ്പ് ഇവിടെ കണ്ടോ. ഇതൊക്കെ നമ്മൾ ഈ ഷേപ്പുകളൊക്കെ ഈ ടൂളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഈ സ്റ്റാർ ഷേപ്പ് വരക്കുമ്പോൾ സ്റ്റാർ വരച്ചു. അതിന് മുന്നേ മറ്റു ഷേപ്പുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടോ. പിക് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതുപോലെ. അപ്പൊ നമ്മൾ എന്താ വരച്ചത്, സ്റ്റാർ ടൂളാണ് വരച്ചത് അല്ലെ. സ്റ്റാറിന്റെ ഷേപ്പ്. ഈ സ്റ്റാറിന്റെ ഷേപ്പ് തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം.
അതായത് ഈ സ്റ്റാറുകൾ നമുക്ക് ഏത് ടൈപ്പ് സ്റ്റാർ ആക്കി മാറ്റണമെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വരച്ചതൊരു സിമ്പിൾ സ്റ്റാർ ആണ് അല്ലെ. അപ്പൊ അതിന് നമുക്ക് സ്റ്റാറുകളുടെ ആ ഇത് കൂട്ടണമെങ്കിൽ നമുക്കത് മാറ്റി കൊടുക്കാം. സ്റ്റാർ മാറ്റി അല്ലെ. എത്ര 24 ആ എഡ്ജുകളുടെ എണ്ണം നമുക്ക് അവിടെ ഇങ്ങനെ കൂട്ടി കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ഇവിടെ ഔട്ട്ലൈൻ ഉണ്ട്, നമുക്ക് ഈ ഔട്ട്ലൈൻ മാറ്റി കൊടുക്കാം. നമുക്ക് ഇതിന്റെ ഓരോ ഔട്ട്ലൈൻ ഇവിടെ കാണിക്കുന്ന ഔട്ട്ലൈൻ ഇപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ വരക്കണമെങ്കിൽ നമുക്ക് വരക്കാം. ഇതിപ്പോ ഈ ഷേപ്പ് ആയതാണ് നമുക്കത് പറ്റാത്തത്. നമുക്കിവിടെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ആ ഷേപ്പ് നല്ല ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഔട്ട്ലൈൻ അങ്ങനെ ഷേപ്പ് ഫസ്റ്റത്തെ ഷേപ്പിലുള്ള എടുത്ത് വരക്കാണെങ്കിൽ സ്റ്റാർ ഷേപ്പ് എടുക്കാം കേട്ടോ. ഷേപ്പ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ മാറ്റി കൊടുക്കാം. പിന്നെ അവിടെ ഈ ഹെയർ ലൈൻ ഉണ്ടാവും, അതിൻ്റെ തിക്നെസ് 250 450 അങ്ങനെ അതിൻ്റെ തിക്നെസ് നമ്മൾ കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇപ്പിട്ട് അങ്ങനെ നമുക്ക് 24 ആണെങ്കിൽ ഇതാ സ്റ്റാറിൻ്റെ ഹെയർ ലൈൻ ഔട്ട്ലൈൻ്റെ ഇത് നമ്മൾ അത് കൂട്ടി കൊടുക്കാം. ഓക്കെ, നോർമൽ അത്രയാണ് ആ സ്റ്റാറിൽ വരുന്നത് കേട്ടോ. ഇനിയാണ് എന്ത് ടെക്സ്റ്റ് ടൂള്. നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ടെക്സ്റ്റ് ഇതിൻ്റെ ആരോ മാർക്ക് നമുക്ക് എന്താക്കാം, അത് ആ ടെക്സ്റ്റ് നമുക്ക് വലുതാക്കുക. സോറി കേട്ടോ, അതൊന്ന് വേറെ പേജ് എടുത്ത് കാണിച്ചു തരാം. അതിലൊന്നും ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും, പ്രയാസമായിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ടെക്സ്റ്റിനെ നമുക്ക് എന്താക്കാം, ചെറുതാക്കാനും വലുതാക്കാനും കഴിയും. നമുക്ക് ആവശ്യാനുസരണം മൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ ഈ ഇത് വഴി നടക്കും. പിന്നെ ഇവിടെ പറയുന്ന ഔട്ട്ലൈൻ ടൂള്, ഫിൽ ടൂൾ എന്ന് പറഞ്ഞത് നമ്മളെ കളർ കൊടുക്കാൻ പിന്നെ ഇതുണ്ട് അല്ലേ, എന്താ പറയുക, ബ്ലെൻഡ് ടൂൾ ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഇന്ററാക്റ്റീവ് ബ്ലെൻഡ് ടൂൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഓബ്ജക്റ്റിനെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനും അത് ഒരു ഒബ്ജക്റ്റ് കളറും തമ്മിൽ നമ്മൾ ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്യാനായിട്ടാണ് ആ ബ്ലെൻഡ് ടൂളുകൾ നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടും ഐഡ്രോപ്പർ ടൂള് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കളറുകൾ ഒരു ഒബ്ജക്റ്റുമ്മില് കളേഴ്സുകൾ കളേഴ്സുകൾ കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, നമുക്കൊരു ഈ സ്റ്റാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സ്റ്റാറിനെ അങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരട്ടോ. സ്റ്റാർ നമുക്ക് അതിൽ ഐഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്തിട്ട് കളർ എടുത്തിട്ട് ചെയ്യാൻ. ഐഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റാറിന് നമ്മളൊരു കളർ കൊടുത്ത് മാറ്റി കൊടുത്തു. ഓക്കെ,
ആ ഒബ്ജക്റ്റിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഐഡ്രോപ്പ് ടൂള് യൂസ് ചെയ്യുന്നത്. പിന്നുള്ളത് ഇന്ററാക്റ്റീവ് ഫിൽ കളർ, നമ്മൾ കളർ ഫില്ല് ചെയ്യാനുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ കളർ പാലറ്റുകൾ എന്ന് പറയുന്നത്. ഈ പാലറ്റിലാണ് നമുക്ക് കളേഴ്സുകൾ ഉള്ളത്. ഓക്കെ, പിന്നെ ഇതില് രണ്ട് ഫിൽ ടൂളുകളായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയാണ് നമ്മളെ CorelDRAWല് പറയുന്ന ടൂളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഓരോ ടൂളുകളുടെ യൂസും കാര്യങ്ങളും നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് പുതിയ പുതിയ ടൂളുകൾ, ആ ടൂളുകളുടെ യൂസേജും കാര്യങ്ങളും, ഈ ടൂളുകളിൽ തന്നെ എന്താണ് അതിന്റെ യൂസേജ്, വേറെയും യൂസേജുകൾ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിലുള്ള ടൂളുകൾ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. ആ ടൂളുകൾ നമ്മളെ ബുക്കിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓരോ ടൂളും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒരുവിധം ഒക്കെ ഞാൻ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ.